Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി ഡിഷാണ് ഒറോട്ടി. ഒറോട്ടി നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട് അരിമാവ് വെച്ചിട്ട്. ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ടുള്ള ഒരു ഒറോട്ടി കാണാം. റാഗി ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗി പൗഡർ. റാഗി 1 കപ്പാണ് എടുത്തേക്കുന്നത്, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് അരിമാവോടെ ചേർക്കും. ഇതിൻ്റെ പകുതി ഒരു കപ്പ് റാഗിപ്പൊടിക്ക് 1/2 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ, ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി ഇതിവിടെ ചേർക്കാം. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ബോളിലേക്ക് ഇട്ടു. ഇതിനകത്ത് റാഗിപ്പൊടി, പുട്ടുപൊടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ, ഇത്രയും സാധനങ്ങളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാം. യൂഷ്വലി നമുക്കൊരു 1/2 കപ്പൊക്കെയാണ് വെള്ളം വേണ്ടത്. പുട്ടുപൊടിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ ക്വാളിറ്റി പുട്ടുപൊടി അനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസം വരും. കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കുക, ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇത് ഓഫ് ചെയ്ത് ഗ്രാജുവലി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ ഒരു പരുവത്തിന്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ഇടാനായിട്ടുണ്ട്. ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്, പച്ചമുളക് ഒരെണ്ണം, 1-2 അവരവരുടെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്യാം. മല്ലിയില 1/4 കപ്പ്, കുറച്ച് കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇടണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ യൂസ് ചെയ്ത് കുഴച്ചെടുക്കാം. ആ വലിയ ചൂട് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഡോനെ നമുക്കൊരു 2-3 ഒറോട്ടിയായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. പക്ഷെ ഒരു വലിയ ഡോ ബോൾ എടുക്കുക. അടുത്തായിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ വാഴയില ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറോ ബേക്കിംഗ് പേപ്പറോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനൊരു ഇച്ചിരി വെള്ളം തളിക്കും. ഡോ വെച്ച ശേഷം വീണ്ടും വെള്ളം തൊട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഈ ഒരു തിക്നെസ് മതിയാവും. നമ്മൾ വെള്ളം തൊട്ട് തന്നെ നല്ല ആവശ്യത്തിന് തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊരു ദോശക്കല്ല് ചൂടാക്കാം. നമ്മുടെ കല്ല് നല്ലതായിട്ട് ചൂടായി. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്തേക്ക് കമത്തിയിടുക. തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. വേവാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് 2 സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ കുക്ക് ചെയ്ത് കൊടുക്കും. ഒരു സൈഡ് കുക്ക്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി നെയ്യ് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചിടാം. നെയ്യിന് പകരം നമ്മൾ ചെയ്ത പോലെ വെളിച്ചെണ്ണ കൊടുത്താലും മതി. രണ്ട് സൈഡും കുക്ക്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം.
ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബ്രൗണിങ് ഒന്നും വരത്തില്ല, റാഗിയാണല്ലോ. അപ്പോൾ ഈ ഒരു കളറായിരിക്കും, ഒരു ബ്രൗണിഷ് ഇങ്ങനത്തെ ഒരു കളറായിരിക്കും വരിക. ഇത് ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ നല്ല രുചിയാണ്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഇതേപോലെ കുറച്ച് വെള്ളം തളിക്കുക. നെയ്യോ അല്ലെങ്കിൽ ഓയിലോ കുറച്ച് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതുകൂടെ ചെയ്തെടുക്കാം. ഇപ്പം അടുത്ത സൈഡ് ടേൺ ചെയ്യാറായി. അതിന് മുമ്പ് കുറച്ച് ഗീ അപ്ലൈ ചെയ്യാം. ഇത് റാഗി ആയതുകൊണ്ട് ടേൺ ചെയ്യുമ്പോൾ ഒക്കെ സൂക്ഷിക്കുക, പൊടിയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇത് രണ്ട് സൈഡ് കുക്കായി. അടുത്തും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പം നമ്മുടെ റാഗി ഒറോട്ടി 3 എണ്ണം റെഡിയായി. അടുത്തായിട്ട് നമുക്ക് ഈ റാഗി ഒറോട്ടിയുടെ ചേർന്നൊരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് തേങ്ങ, സാധാരണ ചമ്മന്തിയാണ്, 1/2 കപ്പ് തിരുമിയ തേങ്ങ, ഒരു 3 കഷ്ണം ചുവന്നുള്ളി, 3 പച്ചമുളക്, ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. അത്യാവശ്യം സ്മൂത്തായിട്ട് അരിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടും. കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കും. കറിവേപ്പില അധികം അരയാതിരിക്കാനായിട്ടാണ് ലാസ്റ്റ് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. വേപ്പില ഇട്ട ശേഷം ചെറുതായിട്ട് നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇത് ഒരു ബോളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ചട്നി അത്യാവശ്യം സ്മൂത്തായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ആ വേപ്പിലയുടെ ചെറിയ പീസസ് ഉണ്ടാവും, ഈ രീതിയിലാണ് വേണ്ടത്. അപ്പം ഈ ചട്നി ആക്ച്വലി നമുക്ക് കടുക് പൊട്ടിക്കാതെ കഴിക്കാനും നല്ലതാണ്. ഇതേപോലെ തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. കടുക് പൊട്ടിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് കടുക് പൊട്ടിച്ചാണ് കാണിക്കുന്നത്. കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് ചുവന്നുള്ളി ഒരെണ്ണായിരുന്നത് ചേർക്കാം. കുറച്ച് കറിവേപ്പില, അതേക്ക് ഉണക്കമുളക് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ട് മൂത്തു ഇതിലേക്ക് ഒഴിക്കാം, ചട്നിയിലേക്ക് ഒഴിക്കുക. നമ്മുടെ റാഗി ഒറോട്ടിയും തേങ്ങാ ചമ്മന്തിയും നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ റാഗി എന്ന് പറയുന്നത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു മില്ലറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.